ഫെലിക്സ് ഇപ്പോൾ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഫെലിക്സ്, ഈ കണ്ണൂരിലാണ് ഈ സവാദ് ഒളിവിൽ കഴിഞ്ഞത്. ഷാജഹാൻ എന്ന പേരിൽ മട്ടന്നൂരിൽ സവാദ് ഒളിവിൽ കഴിഞ്ഞു. അത് ഈ 13 വർഷവും ഇതേ മേഖലയിൽ ആയിരുന്നുവോ കഴിഞ്ഞത്, അതോ മറ്റെവിടെയെങ്കിലും അദ്ദേഹം സഞ്ചരിച്ചുവോ? എങ്ങനെയാണ് ഇയാളുടെ ജീവിത രീതികളും പോലീസിനെയൊക്കെ വിട്ടിച്ച്, കേന്ദ്ര ഏജൻസിയെ വിട്ടിച്ച് ഇങ്ങനെ കഴിയാൻ മറ്റാരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ? പ്രതീഷ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത്രയധികം വർഷം ഒളിവിൽ കഴിയുകയാണെങ്കിൽ ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. മട്ടന്നൂർ പരിയാരം ബേരം എന്ന സ്ഥലത്താണ് ഈ സവാദ് ഒളിവിൽ കഴിഞ്ഞത്. ഷാജഹാൻ എന്ന പേരിലായിരുന്നു അവിടെ ജീവിച്ചത്. ഒപ്പം അവിടെ ഖദീജ എന്നൊരു വ്യക്തിയുടെ ക്വാർട്ടേഴ്സിലാണ് കഴിഞ്ഞ 1 വർഷത്തോളമായി വാടക വീട്ടിൽ താമസിച്ചിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8 വർഷം മുൻപ് കാസർഗോഡ് നിന്നും വിവാഹം കഴിച്ചതായുള്ള വിവരങ്ങളുമുണ്ട്. അപ്പോൾ ഇത്രയധികം വർഷം ഇയാൾ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് ഏജൻസികളെ അടക്കം കണ്ണുവെട്ടിച്ചുകൊണ്ട് ഈ സവാദിന് ഇത്ര ഒരു പ്രമാദമായ ഒരു കേസിലെ 1-ാം പ്രതിക്ക് ഒളിവിൽ കഴിയാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, എൻഐഎ പിടികൂടുന്ന സമയത്ത് ലോക്കൽ പോലീസിനോട് പോലും യാതൊരു കാര്യത്തിൽ ഒരു ആശയവിനിമയം നടത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലോക്കൽ പോലീസ് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിരുന്നില്ല. ഈ ക്വാർട്ടേഴ്സിലാണ് ഇയാൾ താമസിച്ചിരുന്നത്. 1 വർഷമായി കൂലിവേല, പ്രത്യേകിച്ചും മരപ്പണി അടക്കമുള്ള കൂലിവേല ചെയ്താണ് ജീവിച്ചിരുന്നത്. സവാദ് എന്ന പേര് മറച്ചു വെക്കുകയും ഒപ്പം ഷാജഹാൻ എന്ന പേരിലാണ് ഇവിടെ ഈ മട്ടന്നൂരിൽ ഒളിവിൽ കഴിഞ്ഞത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എൻഐഎ കണ്ണൂരിൽ ഉണ്ടായിരുന്നു. പലയിടങ്ങളിലായി എൻഐഎ സംഘം കണ്ണൂർ സിറ്റിയിലും പലയിടങ്ങളിലുമായി ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇയാളെ മട്ടന്നൂരിലെത്തി ഈ പരിയാരം ബേരം എന്ന സ്ഥലത്തെത്തി ക്വാർട്ടേഴ്സിൽ കഴിയുന്ന സവാദിനെ എൻഐഎ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരള പോലീസിന്, പ്രത്യേകിച്ചും സിറ്റി പോലീസ് കമ്മീഷണർക്ക് മാത്രമാണ് ഈ വിവരം ഉണ്ടായിരുന്നത്. എന്നെ ഈ വിവരം കൈമാറിയിരുന്നത് മറ്റ് ലോക്കൽ പോലീസിനോ സ്പെഷ്യൽ ബ്രാഞ്ചിനോ ഒന്നും തന്നെ ഇങ്ങനൊരു കാര്യം അറിഞ്ഞിരുന്നില്ല. അതായത് മട്ടന്നൂർ പോലൊരു മേഖലയിൽ ഇത്രയധികം കാലം ഇയാൾ ഒളിവിൽ കഴിഞ്ഞിട്ടും കാസർഗോഡ് അടക്കം പോയി വിവാഹം ചെയ്തിട്ടും വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഫെലിക്സ്, 13 വർഷം കേരളത്തിൽ ഇങ്ങനെ കഴിയാൻ ഈ പ്രധാനപ്പെട്ട കേസ്, തീവ്രവാദ സ്വഭാവമുള്ള ഒരു കേസിലെ പ്രതിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്തു ചോദിക്കേണ്ടത്. ബിനിൽ കൂടി ചേരുന്നുണ്ട്. ബിനിൽ, എന്തായാലും എന്നെ സംബന്ധിച്ചോളം, അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചോളം വലിയ ഒരു കടമ്പ പിന്നിട്ടിരിക്കുന്നു. വലിയ പഴി കേട്ടതാണ്. മറ്റ് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിട്ടും 1-ാം പ്രതി എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള നിയമപരമായ നടപടികൾ അത് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനാണോ അന്വേഷണ ഏജൻസിയുടെ തീരുമാനം? പ്രതീക്ഷ, ഈ കൈവെട്ട് കേസിൽ 2 ഘട്ടങ്ങളായി വിചാരണ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും ഈ കേസിലെ 1-ാം പ്രതിയെ കണ്ടെത്താൻ കഴിയാതിരുന്നത് അന്വേഷണ ഏജൻസികൾക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. അതായത് 13 വർഷമായി ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സവാദിനെ ഇന്നലെയാണ് അന്വേഷണ സംഘത്തിന് പിടികൂടാൻ കഴിയുന്നത്. ആദ്യം ഈ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസിന് സവാദിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ കേസ് എൻഐഎ ഏറ്റെടുത്ത് അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച് വലിയ അന്വേഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ സവാദ് അപ്പോഴും കാണാമറയത്ത് തന്നെയായിരുന്നു. ഇയാൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നു, ജീവിച്ചിരിപ്പില്ല തുടങ്ങിയ സംശയങ്ങളൊക്കെ തന്നെ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലേക്ക് വരികയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ നിർണായകമായ അറസ്റ്റ് ഉണ്ടായത് ഇന്നലെ രാത്രിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, കൃത്യമായ ചില സൂചനകൾ എൻഐഎക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും നൽകിയത്.